ഇന്നത്തെ വചനചിന്ത നാം ആരാധിക്കുന്നത് വലിയവനായ ദൈവത്തെയാണ്. ഒരിക്കലൊരു പിതാവിനോട് ഒരു കുഞ്ഞുമകൻ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ മകൻ പിതാവിനോട് ചോദിച്ചു, ദൈവം വലിയവനാണ് അല്ലേ അപ്പ? പിതാവ് മകനെ നോക്കി പറഞ്ഞു, അതേ മോനെ, ദൈവം വലിയവനാണ്. മകൻ പിതാവിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര വലിയവനാണെന്ന് ചോദിച്ചു. പിതാവ് മകനെ ആകാശത്ത് പറക്കുന്ന വിമാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ആ വിമാനം ഒന്ന് നോക്കിയേ, എത്ര വലുതാണ്. മകൻ പറഞ്ഞു, അത് വളരെ ചെറുതാണല്ലോ, എൻ്റെ കണ്ണിന് കാണുവാൻ പോലും സാധിക്കുന്നില്ല, അത്ര ചെറുതാണ്. കുറച്ച് കഴിഞ്ഞ് പിതാവ് മകനെ ഒരു എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ നിർത്തി ഒരു വലിയ വിമാനത്തെ കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞ് ചോദിച്ചു, ഈ വിമാനത്തിന് ഇത്രയും വലിപ്പമുണ്ടോ? എത്ര വലുതാണ് വിമാനം? മകൻ പറഞ്ഞു, അയ്യോ, ഇത് വളരെ വലുതാണല്ലോ, എൻ്റെ കണ്ണിലെ കാഴ്ചയ്ക്ക് അപ്പുറം വലുതാണ്. ഈ ഫ്ലൈറ്റിൻ്റെ നീളവും വീതിയും ഇത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പിതാവ് മകനെ ചേർത്ത് പിടിച്ച് പ്രകാരം പറഞ്ഞു, മോനെ, ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വലിപ്പവും. നാം ദൈവത്തിൽ നിന്ന് അകലും തോറും ദൈവത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. എന്നാൽ നാം ദൈവത്തോട് അടുക്കും തോറും ദൈവത്തിൻ്റെ വലിപ്പം വർദ്ധിച്ച് വലുതായിക്കൊണ്ടിരിക്കും. നാം എത്രത്തോളം ദൈവവുമായി അടുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ വലിപ്പം വലുതായിരിക്കുമെന്ന് പ്രിയ മകനോട് പറഞ്ഞ് മനസ്സിലാക്കി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു പിതാവിന് 2 മക്കളുണ്ട്. ഇളയ മകൻ അപ്പനിൽ നിന്നും അവന് ലഭിക്കേണ്ട ഓഹരിയും വാങ്ങിച്ച് ഭവനം വിട്ട് പുറത്തിറങ്ങുകയാണ്. അവൻ അപ്പനെ വിട്ട് അകലും തോറും അപ്പൻ്റെ വലിപ്പം കുറയുന്നുണ്ട്. അവൻ അപ്പൻ്റെ സംരക്ഷണം തിരിച്ചറിയുന്നില്ല, അവൻ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. അവൻ അവിടെ നിന്ന് തനിക്കുണ്ടായിരുന്ന ആത്മരക്ഷ, തനിക്കുണ്ടായിരുന്ന അപ്പൻ നൽകിയ സകല ഓഹരികളും അവൻ ദൂർത്തടിച്ച് നശിപ്പിച്ചു. ശേഷം ആ ദേശത്തെ ഒരു പ്രമാണിയെ പോയി ആശ്രയിക്കുന്നു. പന്നി മേയ്ക്കാൻ അവൻ തയ്യാറായി. യഹൂദന്മാർ കറുപ്പും വെറുപ്പുമായ പന്നിയോടുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ അവൻ തയ്യാറായി എന്നുള്ളതാണ്. അവസാനം പന്നി തിന്നുന്ന വാളൊരു പോലും ലഭിക്കാതെ യജമാനൻ അവനെ ചവിട്ടിപ്പുറത്താക്കി. ആ നിമിഷമാണ് അവൻ അപ്പനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനിവിടെ നിന്ന് വിശന്ന് വന്ന് വീണാൽ എന്നെ സഹായിപ്പാൻ ആരുമില്ല. നന്മയുണ്ടായിരുന്നപ്പോൾ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവർക്ക് സ്നേഹം എന്നോടായിരുന്നില്ല, അപ്പൻ നൽകിയ ആ ഓഹരിയിലായിരുന്നു. അവയൊക്കെ നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു. മകൻ അവിടെ നിന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് അവിടെ നിന്ന് ചിന്തിച്ചു, എൻ്റെ ജീവിതത്തിനകത്ത് എന്താണ് സംഭവിച്ചത്? എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൻ എന്നെ എന്തുമാത്രം സ്നേഹിച്ചാണ് വളർത്തിയത്. എൻ്റെ വീട്ടിൽ, അപ്പൻ്റെ വീട്ടിൽ എത്രയോ ദാസിദാസന്മാരൊക്കെയും നല്ല ഭക്ഷണം കഴിച്ച് ശ്രേഷ്ഠമായി അവർ ജീവിക്കുന്നു. അവൻ സടകുടഞ്ഞ് എഴുന്നേറ്റു. ഇനി എൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കേണ്ടതല്ല. അപ്പൻ്റെ അടുക്കലേക്ക് പോയി അപ്പനോട് മാപ്പ് പറയണം. അപ്പ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും പാപം ചെയ്തു പോയി. ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയണം. കരഞ്ഞ് കാലുപിടിക്കണം. ഇനിയൊരു മകനെന്ന അധികാരം ലഭിച്ചില്ല എങ്കിൽ പോലും അവിടെ ഒരു ദാസനായി ജീവിക്കാം. മകനെന്ന അധികാരം അപ്പൻ തന്നില്ല എങ്കിലും അവിടെ ദാസനായി ജീവിക്കാമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടെ അവൻ ഭയത്തോടു കൂടെ വിറയലോടുകൂടെ അവൻ ഭവനത്തിലേക്ക് പോവുകയാണ്. ദൂരെ നിന്ന് കണ്ട അപ്പൻ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു, അവനെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. അവനെ ധരിപ്പാൻ വസ്ത്രവും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും അണിയിച്ചു. വിരുന്നിനായി എല്ലാവരെയും ക്ഷണിച്ചു. തടിച്ച കാളക്കുട്ടിയെ വീട്ടി അവർ ആഘോഷിച്ചു. അവൻ പന്നി മേയ്ക്കുവാൻ പോകുമ്പോൾ യജമാനന് വലുത് പന്നിയായിരുന്നു. അതിനാൽ വാളൊരു പോലും കൊടുക്കാതെ അവനെ ചവിട്ടിപ്പുറത്താക്കി. എന്നാൽ ഭവനത്തിൽ വന്നപ്പോൾ പിതാവിന് വലുത് മകനായിരുന്നു. മകന് വേണ്ടി ഒരു കാളക്കുട്ടി അറുത്തു. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പിതാവായ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് നാം ഓരോരുത്തരും. നമുക്ക് വേണ്ടി കേവലം ഒരു കാളക്കുട്ടിയല്ല അറുത്തത്.
കർത്താവ് യേശു ക്രിസ്തുവിനെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 തിരുവചനത്തിൽ പ്രകാരം വിളിച്ചു പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഇവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ഒരു ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. അതേ പ്രിയ ദൈവജനമേ, പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, ഏവരെയും സ്നേഹിക്കുന്നു. പുത്രനിലൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവസരം നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് ചരിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.